ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കം, പുതിയ സൈനിങ്ങുകൾ, മൈക്കൽ കാരിക്കിലുള്ള വിശ്വാസം. ഈ സ്വപ്നങ്ങളുടെയെല്ലാം ആയുസ് വെറും 38 മിനിറ്റ് മാത്രം. 52 വർഷമായി യുണൈറ്റഡിന് മുന്നിൽ തോറ്റുമാത്രം ശീലമുള്ള ഹൾ സിറ്റി റെഡ് ഡെവിൾസിൻ്റെ സകല പ്രതീക്ഷകളെയും തച്ചു തകർത്ത് ആഞ്ഞടിച്ച ദിവസം. യുണൈറ്റഡ് ആരാധകർ പതിവിലും നിരാശയോടെ മറ്റൊരു സീസൺ കൂടി തുടങ്ങുന്നു. കഴിഞ്ഞ സീസൺ ചാമ്പ്യൻഷിപ്പിൽ 6ാം സ്ഥാനക്കാരായി കഷ്ടിച്ച് പ്ലേ ഓഫ് കടന്നുകൂടിയ ഡിവിഷനിലെ 4ാമത്തെ ഏറ്റവും മോശം പ്രതിരോധമുള്ള ടീമാണ് ഹൾ സിറ്റി. യുണൈറ്റഡിന് പ്രീമിയർ ലീഗിൽ ഈസി സ്റ്റാർട്ട് എന്നായിരുന്നു സകല പ്രവചനങ്ങളും. പക്ഷേ ഹാഫ് ടൈം സ്കോർ ബോർഡിൽ തെളിഞ്ഞത് തന്നെ മറ്റൊന്നാണ്. ഹൾ സിറ്റി 2, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 0. 12 തുടങ്ങിയ നിമിഷം മുതൽ കണ്ടത് വ്യക്തതയോ ഊർജ്ജമോ ഇല്ലാത്ത ചെകുത്താന്മാരെയാണ്. മത്സരത്തിൻ്റെ 17ാം മിനിറ്റിൽ യുണൈറ്റഡിൻ്റെ ബോക്സിലേക്ക് റയാൻ ജെയിൽസിൻ്റെ കോർണർ കിക്ക് പറന്നു വന്നു. യുണൈറ്റഡിൻ്റെ ഡിഫൻസീവ് നിര നിഷ്ക്രിയമായി നിന്ന നിമിഷത്തിൽ സെന്നെ ലാമൻസ് ആദ്യ ഷോട്ട് തടഞ്ഞിട്ടെങ്കിലും തെറിച്ചു വീണ പന്തിലേക്ക് ഇരച്ചെത്തിയ സെമി ഏജായി അത് വലയിലേക്ക് അടിച്ചു കയറ്റി. ഹൾ സിറ്റി സന്തോഷങ്ങളുടെ 7ാം സ്വർഗത്തിൽ. ആദ്യ പ്രഹരത്തിൽ നിന്ന് കരകയറാൻ യുണൈറ്റഡ് ചിന്തിച്ചു തുടങ്ങുന്നതേയുള്ളൂ. 38ാം മിനിറ്റിൽ യൂറി ടിലമൻസ് കൺസീഡ് ചെയ്തത് അനാവശ്യമായൊരു ഫ്രീ കിക്ക്. റഗാൻ സ്ട്രൈറ്റർ തൊടുത്ത അളന്നു മുറിച്ച ക്രോസിലേക്ക് ആരും മാർക്ക് ചെയ്യാതെ ഓടിക്കയറിയ ഡിഫൻഡർ നോബൽ മെൻഡി ഒരു അടിപൊളി ഹെഡറിലൂടെ ഹൾ സിറ്റിയുടെ ലീഡ് ഇരട്ടിപ്പിച്ചു. ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് ട്രെയിൻ കയറി വന്ന യുണൈറ്റഡ് ആരാധകർ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാതെ ഹാഫ് ടൈമിൽ തലയിൽ കൈവച്ചു നിന്നു. 2ാം പകുതിയിൽ യുണൈറ്റഡ് പന്ത് കൈവശം വെച്ച് സർവ്വശക്തിയുമെടുത്ത് ആഞ്ഞടിക്കാൻ ശ്രമിച്ചു. 71.6% ബോൾ പൊസിഷൻ, 21 ഷോട്ടുകൾ, 34 ഓപ്പൺ പ്ലേ ക്രോസുകൾ. പക്ഷേ ഈ കണക്കുകളൊക്കെ പേപ്പറിൽ മാത്രമാണ്. ഫോൾസ് നയനായി കളത്തിലിറങ്ങിയ മത്തേവ്യൂസ് കുഞ്ഞ പെനൽറ്റി ബോക്സിൽ നിന്ന് മീറ്ററുകൾ അകലെ അലഞ്ഞു തിരിഞ്ഞു. മാർക്കസ് റാഷ്ഫോർഡ് ഇടതുവിങ്കിൽ വേഗത കാട്ടിയെങ്കിലും ഫിനിഷിംഗ് ചെയ്യാനായില്ല. മധ്യനിരയിൽ ഹൾ സിറ്റിയുടെ ഫിസിക്കൽ ഗെയിമിന് മുന്നിൽ പതറിയ ടിലമാൻസിനെയും സാന്റോസിനെയും 67ാം മിനിറ്റിൽ കാരിക്കിനെ ഒന്നിച്ച് പിൻവലിക്കേണ്ടി വന്നു. 85 മില്യൺ പൗണ്ടിൻ്റെ പുതിയ സൈനിങ്ങുകൾക്ക് ആദ്യ മത്സരത്തിൽ തന്നെ ലഭിച്ചത് കനത്ത പ്രഹരം. ഈ തോൽവി വെറുമൊരു മത്സരഫലമല്ല, പതിറ്റാണ്ടുകൾ നീണ്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചരിത്രത്തെയാണ് അത് തകർത്തെറിഞ്ഞത്. 1974 ശേഷം ഇതാദ്യമായാണ് ഒരു ലീഗ് മത്സരത്തിൽ ഹൾ സിറ്റി യുണൈറ്റഡിനെ തോൽപ്പിക്കുന്നത്. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഹൾ സിറ്റി യുണൈറ്റഡിനോട് ജയിക്കുന്നതും ഇതാദ്യം. പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ മാച്ച് ഡേ 1 ഒരു പുതിയ പ്രൊമോട്ടഡ് ടീമിനോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽക്കുന്നത് ഇതാദ്യമാണ്. മൈക്കൽ കാരിക് ചുമതല ഏറ്റെടുത്ത ശേഷം കോർണറുകളിൽ നിന്ന് യുണൈറ്റഡ് വാങ്ങുന്ന 6ാമത്തെ ഗോളാണിത്. മത്സരശേഷം യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരം വെയ്ൻ റൂണി തുറന്നടിച്ചു. അവർ കാര്യമായി ഒന്നും സൃഷ്ടിച്ചില്ല എന്നതായിരുന്നു ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. യുണൈറ്റഡ് ഈ മത്സരത്തിനായി ഒട്ടും സജ്ജമായിരുന്നില്ല. ടീമിൻ്റെ ഫിറ്റ്നസിനെയും ഇൻറ്റൻസിറ്റിയെയും ചോദ്യം ചെയ്തുകൊണ്ട് അലൻ ഷീററും രംഗത്തെത്തി. ഡ്രസ്സിംഗ് റൂമിലെ അമർഷം മറച്ചുവെക്കാതെ ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസും രംഗത്തെത്തി. കഴിഞ്ഞ സീസണിലെ എല്ലാ അവേ മത്സരങ്ങളിലും ഞങ്ങൾ കാണിച്ച അതേ വിഡ്ഢിത്തങ്ങൾ തന്നെയാണ് ഇന്നും ആവർത്തിച്ചത്. ആദ്യ 20 മിനിറ്റിൽ അവരുടെ ഗോൾ കീപ്പറാണ് ഏറ്റവും കൂടുതൽ പന്ത് തൊട്ടത്. ഞങ്ങൾ കൂടുതൽ അഗ്രസീവായി പ്രസ് ചെയ്യണമായിരുന്നു. മത്സരശേഷമുള്ള പത്രസമ്മേളനത്തിൽ കാരിക് ശാന്തനായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വാക്കുകളിലും തീയുണ്ടായിരുന്നു. ഞാൻ ശാന്തനായി സംസാരിക്കുന്നുണ്ടാകാം, പക്ഷേ എൻ്റെ മനസ്സ് ഒട്ടും ശാന്തമല്ല. ഉള്ളിൽ ഞങ്ങൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്, കാരിക് പറഞ്ഞു നിർത്തി. യുണൈറ്റഡിന് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരൊറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ബ്രൈറ്റണിൽ നിന്ന് 70 മില്യൺ പൗണ്ടിന് ടീമിലെത്തിക്കാൻ പോകുന്ന 22-കാരൻ കാമറൂൺ മിഡ്ഫീൽഡർ കാർലോസ് ബലേബ. മണിക്കൂറിൽ 34.5 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന, ഗ്രൗണ്ടിൽ ഓടി നടന്ന് ടാക്കിളുകൾ തൊടുക്കുന്ന കാളക്കൊച്ചനെ പോലെ പന്തുമായി മുന്നേറുന്ന ബലേബയുടെ സാന്നിധ്യം ഈ ടീമിന് എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഹൾ സിറ്റിയുടെ മൈതാനം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഓഗസ്റ്റ് 30 അടുത്ത പ്രൊമോട്ടഡ് ടീമായ ഇപ്സ്വിച്ച് ടൗൺ ഓൾഡ് ട്രാഫോർഡിലേക്ക് വരികയാണ്. വിജയമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ കാരിക്കിന് വയ്യ.